വളരെ ബേസിക് പ്രൊഡക്ട്സ് ആണ്. എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇപ്പം എൻ്റെ ഫേസിൽ ഞാൻ ആകെ അപ്ലൈ ചെയ്യുന്നത് സീതാഫലിൻ്റെ ഒരു എന്തായിരുന്നു ബ്രൈറ്റ് ഹെൽത്ത് റേഡിയൻസിൻ്റെ ഒരു സെറം മാത്രമാണ്. ഇതെനിക്ക് ഇവിടെയുള്ള ചെറിയ ചെറിയ മാർക്സിന് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനാണ്. സോ ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. ബോയ്സിൻ്റെ ഡെയിലി മോയ്സ്ചറൈസർ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചെറിയൊരളവ് പീനട്ട് സൈസുള്ള അളവ് മാത്രം എടുത്താൽ മതി. ലൈക്ക് ദിസ്. Just dot it all over your face. മേക്കപ്പ് പലരും പല സ്റ്റെപ്പിൽ യൂസ് ചെയ്യുക. അതിൻ്റെ ബേസിക് സ്റ്റെപ്സ് ഉണ്ട്. പക്ഷെ ഞാനെപ്പോഴും അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് എപ്പോഴും ലിപ് ബാം അപ്ലൈ ചെയ്യുക. ആ ഒരു ടൈമും കൂടെ മോയ്സ്ചറൈസർ അബ്സോർബ് ആവാൻ ഞാൻ കൊടുക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് വിഷ് കെയറിൻ്റെ സൺപ്രൂഫ് ലിപ് സെറാമൈസ് സ്മൂത്ത്, അതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ടിൻഡറാണ്. ബട്ട് എനിക്ക് ടിൻഡറായിട്ട് ഫീൽ ചെയ്യാറില്ലെങ്കിൽ പോലും ഭയങ്കര യൂസ്ഫുൾ ആണ്. ഭയങ്കര ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് കളറൊന്നും വരില്ല. ഭയങ്കര ഹൈഡ്രേഷനാണ്. വൈകുന്നേരം വരെയൊക്കെ 24 ഒന്നും ഇല്ല. ബട്ട് വൈകുന്നേരം വരെയൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു. ഇനി ഈ ഒരു ടൈം മോയ്സ്ചറൈസർ ഒന്ന് അബ്സോർബ് ആവണത് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ യുവിഡോക്സ് സിലിക്കോൺ സൺസ്ക്രീനാണ്. ഇത് ആക്ച്വലി എനിക്ക് ഇതുപോലെ തന്നെ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ട് എൻ്റെ ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തതാണ്. ഇത് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ പല പല കമൻസ് ഉണ്ട്. പല പല ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം നമുക്ക് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആവരുത്. അത് എനിക്കറിയില്ല എന്താണ്. ബട്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴെങ്കിലും ഇടയ്ക്ക് യൂസ് ചെയ്യും. എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ് സ്റ്റിൽ. പക്ഷേ ഒരു കാര്യം ഉറപ്പെനിക്ക് പറയാൻ പറ്റും, യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഈ ഒരു ടൈപ്പില്ലേ, അതായത് ഫിസിക്കോജല് പോലത്തെ യൂസ് ചെയ്യുക. ബിക്കോസ് ഈ അബ്സോർബ് ആവുന്നത് യൂസ് ചെയ്യാറുണ്ട് ഓണസ്റ്റ്ലി. ബട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2-3 ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ അബ്സോർബ് ആവുന്ന സൺസ്ക്രീനേക്കാളും എപ്പോഴും നല്ലത് ഇങ്ങനത്തെ ഫിസിക്കോജലാണെന്നാണ്. ബിക്കോസ് സൺസ്ക്രീൻ ഷുഡ് നോട്ട് ബി അബ്സോർബ്. സൺസ്ക്രീൻ ഷുഡ് ബി ഒരു ബാരിക്കേഡാണ് ആക്ച്വലി സൺസ്ക്രീൻ. അബ്സോർബ് ആവാൻ പാടില്ല. സോ ഇങ്ങനത്തെ ആകുമ്പോൾ ആൻഡ് ദിസ് സൺസ്ക്രീൻ ഈസ് ടു ഗുഡ്. അത് ഞാൻ പറയാം, ദിസ് സൺസ്ക്രീൻ ഈസ് ടു ഗുഡ്. ആക്ച്വലി ഇന്ന് മലമുണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. വീട്ടിലേക്കുള്ളതാണ്. ഓക്കെ, ഡൺ. സൺസ്ക്രീൻ ഡൺ. ഡൺ. ഇനി എന്താ ചെയ്യാനുള്ളത്? സൺസ്ക്രീൻ അബ്സോർബ് ആവാൻ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ടിൽ ദെൻ. ഓക്കെ, ഞാൻ കുട്ടിയാണ് ആ ടൈമിൽ ചെയ്യാം. സോ ഇത് ഞാൻ ബ്രാൻഡ് ഏതായിരുന്നു, നൈ ഹാബിറ്റിൻ്റെ ഒരു ഓൺലൈൻ മേടിച്ച ഒരു വുഡൻ കോമ്പാണ്. ടു ഗുഡ് എന്ന് വെച്ചാൽ അന്നോ ടു ഗുഡ്, റിയലി ഗുഡ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് മുടി വീഴ്ചയുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മുടി അഴിച്ചിടുമ്പോൾ തന്നെ എങ്ങനെ പോയാലും താഴെ നിറച്ച് മുടിയായിരിക്കും. നിറച്ചെന്ന് വെറുതെ പറയണല്ല, റിയലി എനിക്ക് ഭയങ്കര മുടി വീഴ്ചയായിരുന്നു. പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടു, ബയോട്ടിൻ കഴിച്ചു, വൈറ്റമിൻ ഡി 60,000 പെർ വീക്ക് കഴിച്ചു. അങ്ങനെ ഒരു ഇതിൽ ഫോളോ ചെയ്തു. പിന്നെ മുടിയിലൊന്നും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഓയിൽ അപ്ലിക്കേഷനോ അല്ലെങ്കിൽ മിനോക്സിലോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ബയോട്ടിൻ ആയിരിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടായിരുന്നു. ഒരു മുടി കൊഴിച്ച് ഭയങ്കരമായിട്ട് മാറി. എന്നാലും മുടി കൊഴിയായി ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? മുടി യൂസിനൊക്കെ ഉണ്ട്. ബട്ട് മുമ്പത്തെ അത്ര പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ മുടിയല്ലേ വന്നോളെന്നുള്ള രീതി നിൽക്കുകയാണ്. നമ്മൾ ഒരുപാട് അതിൻ്റെ ഇതിന് മുടി കൊഴിഞ്ഞ് തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് സ്ട്രെസ് നിൽക്കുമ്പോൾ പൂവാനുള്ള മുടിയും പോകും പെട്ടെന്ന്. പിന്നെ നമ്മളിത് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുമ്പോൾ പ്രശ്നം
ഇപ്പോഴത്തെ ഈ ഫ്ലോറിൻ്റെ കളർ ആഷ് കളർ ആയതുകൊണ്ട് മുഴുവനും പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് പിന്നെ വലിയ സ്ട്രെസ്സും ഇല്ല. നമ്മൾ കാണുമ്പോൾ നമുക്കത് കുറച്ചുകൂടി അല്ല കേട്ടോ. ഇങ്ങനെ ഓരോ ദിവസം ഓരോ അറ്റേറ് പോലെയാണ് തോന്നുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തോന്നും വേണ്ടിയിരുന്നില്ല, അഴിച്ചിട്ടാൽ മതിയായിരുന്നു, അഴിച്ചിടുമ്പോഴൊന്നും കിട്ടിച്ചത്. ഇങ്ങനൊരു ഇതാണ്. സ്റ്റിൽ എനിക്കിങ്ങനൊരു ഫ്രീ ടൈപ്പ് ഉണ്ട്. ഇവിടെ പോയി മുടി എപ്പോഴും കണ്ടുപോയി പ്രശ്നമുണ്ട്. സാർ ഇടില്ല, ഇടാം തൽക്കാലത്തേക്കൊന്ന് കെട്ടി വെച്ചെന്നുള്ളൂ. സോ സൺസ്ക്രീൻ അബ്സോർബ് ആയിട്ടുണ്ട്. ഈ നമുക്ക് പ്രൈമർ ഇടാം. പ്രൈമറിന് ആക്ച്വലി എൻ്റെ 2 ഫേവറേറ്റ് പ്രൈമേഴ്സ് ഇതാണ്. ഒന്ന് സ്വിസ് ബ്യൂട്ടി റിയൽ മേക്കപ്പ് ബേസും ഇവിടെ 2 പിൽഗ്രിമിൻ്റെ ഗ്ലോ പ്രൈമർ. സോ ടുഡേ നമുക്കൊരു കാര്യം ചെയ്യാം. പോർ ബ്ലറിങ് മാറ്റ് ഫിനിഷ് വേണോ, ബ്രൈറ്റൻ സ്കിൻ മോഡിഫൈ പോർസ്? ലെറ്റ്സ് ഗോ വിത്ത് പിൽഗ്രിം. ഞാനിത് സ്വിഗ്ഗിയിൽ ഇൻസ്റ്റാമാർട്ടിൽ ഓൺലൈൻ മേടിച്ചതാണ്. അപ്പോൾ തന്നെ 10 മിനിറ്റ് ഡെലിവറിയിൽ മേടിച്ചതാണ്. നല്ല ഓഫർ ഉണ്ടായിരുന്നു അന്ന്. ലൈക്ക് നല്ല 60-70 ഫ്ലാറ്റ് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചതാണ്. ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും ഫുൾ പൈസ കൊടുത്തത് മേടിച്ചിട്ടില്ല. നോർമലി ഗേൾസ് അങ്ങനെ മേടിക്കാൻ തോന്നില്ല. നോർമലി ഗേൾസ് സ്റ്റിൽ പറഞ്ഞു പോയില്ല. നല്ലോണം പ്രൈമർ എങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് എപ്പോഴും പറ്റുന്ന മിസ്റ്റേക്ക്, ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോഴും ഐ എം ബിഗിനർ സ്റ്റിൽ, ഇവിടെ ഒന്നും ചെയ്യില്ല. ലൈക്ക് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഡാബ് കൊടുക്കുള്ളൂ, ഒരു ഫിനിഷിങ് പോലെ. പക്ഷെ എപ്പോഴും ഇവിടെ കൊടുക്കണം, ഇവിടെയും കൊടുക്കണം. അതർവൈസ് രണ്ടും 2 കളറാവും മേക്കപ്പ് ചെയ്തിരിക്കുമ്പോൾ. പോഴ്സൊക്കെ നല്ലോണം കൊടുക്കുക. ബാക്കിയുള്ളത് കഴുത്തിൽ കൂടുക. കഴുത്തിൽ ശരിക്കും ഇടണം കേട്ടോ. ഞാനത് കുറച്ച് മറ്റുള്ള ആളായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇപ്പോൾ പിൽഗ്രിമിൻ്റെ ഗ്ലോ പ്രൈമർ ഇട്ടു. ജസ്റ്റ് വെയിറ്റ് ഒരു 2-3 മിനിറ്റ്സ് മാക്സിമം വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? മുടി ഞാൻ എൻ്റെ മുടി എന്താ ചെയ്തത് മുമ്പ് മറക്കല്ലോ, വീടല്ലോ. കെരാറ്റിൻ്റെയും നാനോപ്ലാസ്റ്റിയുടെയും ഒരു കോംബോ ചെയ്തിരുന്നു. ഞാൻ മുമ്പേ ചെയ്തതാണ്. അതും പിന്നെ നാട്ടിൽ വന്നിട്ടും അതിൻ്റെ ഒരു ഫോളോ അപ്പ് ചെയ്തിരുന്നു. റൂട്ട് മാത്രം ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അവർ പറഞ്ഞു തന്ന ഒരു സെറാണിത്. കെരാറ്റിൻ്റെ പ്രൊഫഷണൽ സ്മൂത്ത് ഷൈൻ സെറം. കെരാറ്റൈൻ പ്രൊഫഷണൽ. അപ്പോൾ ഇതൊരു ഞാൻ ഇന്ന് കാലം വിളിച്ചിട്ടില്ല, ഞാൻ വിളിക്കാറില്ല. ലോണം സെറം അപ്ലൈ കൊടുക്കാം. നല്ല സെറമാണെങ്കിൽ എപ്പോഴും കൈമിരിക്കില്ല. ഐ മീൻ അബ്സോർവ് ആവില്ല ഒരുപാട്. പെട്ടെന്ന് അതിങ്ങനെ മുടി ഇതാക്കുമ്പോൾ തന്നെ മുടിയിൽ പെട്ടെന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞു മുടി. ഓക്കെ, കണ്ടിന്യൂ ചെയ്യും. എൻ്റെ മുഖമാണ്. എൻ്റെ മുഖത്ത് അത്യാവശ്യം ഈ പോഴ്സ് ഉണ്ട്, ഇങ്ങനത്തെ കുറേ പാടുകളൊക്കെ ഉണ്ട്. മേക്കപ്പ് ചെസ്റ്റിന്നാണ് എൻ്റെ മുഖം ഭയങ്കര വിയറാണ് സംടൈംസ്. ആൻഡ് ഓണസ്റ്റ്ലി ആ പ്രൈമർ പെട്ടെന്ന് ഇതായിക്കണം, ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് 2 സ്റ്റെപ്പ് ചെയ്യാം. ഏതൊരു ഗോ വിത്ത് ഐഷാഡോ ഓർ ജസ്റ്റ് ഗോ വിത്ത് ഓറഞ്ച് കറക്റ്റർ. ഞാൻ ഐഷാഡോ ഇപ്പോൾ ലാസ്റ്റാണ് ഇഷ്ടം. എന്താ അറിയില്ല, എനിക്ക് ഐഷാഡോ ഫസ്റ്റ് നമുക്ക് ഇഷ്ടമല്ല. സോ ഗോ വിത്ത് ഓറഞ്ച് കറക്റ്റർ. ആൻഡ് മൈ ഓറഞ്ച് കറക്റ്റർ ഈസ് മാസിൻ്റെ കവർ റേഞ്ചസ്. ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാൻ കേട്ടോ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടും ഐ മീൻ ഫസ്റ്റ് പക്കാ വീഡിയോ ആയതുകൊണ്ടും എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ചെയ്തതാണ്. നന്നായി യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റുള്ളത്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നൊക്കെ പ്രോപ്പറുണ്ട്. ഇത്ര ഉണ്ട്. ഇത് നല്ലോണം പൊട്ടിക്കും. ബ്ലൂയുടെ ഇപ്പുണ്ട്. ബട്ട് ബ്ലൂ എനിക്ക് ഒരാവശ്യം ഇല്ലാത്തതുകൊണ്ടും അതൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് അറിയാത്തതുകൊണ്ടും ഞാനത് കാര്യമായിട്ട് സൂക്ഷിക്കാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഓറഞ്ച് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ഓറഞ്ച് ഇസ് ടു ബ്രൈറ്റ്. അപ്പോൾ ഞാൻ സ്റ്റിൽ ഓറഞ്ച് വേണം. ഓറഞ്ചിൻ്റെ അപ്ലിക്കേഷൻ കുറച്ചിട്ട് സ്കിൻ ടോൺ അപ്ലിക്കേഷൻ കൂട്ടുക എന്നതാണ് ഞാൻ കൂട്ടുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. സോ ഈ വിത്ത് ഓറഞ്ച് ഹാസ് ബട്ട് ഓറഞ്ച് വെരി വെരി മൈൽഡ് ആണ്.
ഇത് കണ്ണിൻ്റെ അടിയിൽ നല്ല ബ്ലാക്ക് സർക്കിൾസ് ഉണ്ട്. ഇത് ഉറക്കം കുറച്ച് കുറവാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മിക്ക ടൈമും ലാപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ രാത്രി ഇരിക്കേണ്ടി വരും. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. കണ്ണൊക്കെ പോയിട്ട് പോകും. ഡോക്ടർ കണ്ടിട്ടുണ്ട്. അത് നമ്മളെ കണ്ടാൽ മതി കാണാറുണ്ട്. ഡോക്ടർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ കട്ടിൽ കണ്ണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ണിൽ കാണുന്ന പ്രശ്നമില്ല. സോ കണ്ണിന് പ്രശ്നം വരും. ഓക്കെ, ഓറഞ്ച് കളർ അപ്ലൈ ചെയ്തു. നമുക്ക് ഓറഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. സ്പേസ് ഇഷ്യൂണ് സാധനമൊക്കെ പൊട്ടിപ്പൊട്ടി വീണതാണ്. നെക്സ്റ്റ് കൊണ്ട് ഇതറിയില്ല എങ്ങനെ ഇരിക്കുകയാണെന്ന്. നെക്സ്റ്റ് ഡേ തമിഴ് റെഡിയാക്കാം. ഹോസ്പിറ്റലിൽ പോകണം. നമ്മുടെ കണ്ണ് കാണിക്കാം. നമ്മുടെ കണ്ണിന് ഗ്ലൈക്കോമ തീരെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നല്ല ഹോസ്പിറ്റലിലാണ് പോകുന്നത്. നല്ല എക്സ്പീരിയൻസ് സാധാരണ ഹോസ്പിറ്റലാണ്. പറയണേ. ഓക്കെ, ഓറഞ്ച് അപ്ലൈ ചെയ്തു. എന്താ മാറ്റം വെച്ചാൽ ഡേറിസ്റ്റ് ഇതൊക്കെ ഒന്ന് വിസിബിലിറ്റി തന്നിട്ടുണ്ട്. നിങ്ങളോട് ലാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ചെയ്യാം. സെയിം കളർ പാലറ്റ് വേണം. ഏത് സെയിം കളർ പാലറ്റിന് ഒരു ഏതെങ്കിലും ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് കളർ കറക്റ്റ് അപ്ലൈ ചെയ്ത് ഹൈഡ് ചെയ്യാം. ബട്ട് ഐ ചൂസ് ബ്യൂട്ടിയുടെ പെർഫെക്റ്റ് ലിക്വിഡ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ പുറത്ത് പോകണമെങ്കിൽ എനിക്ക് കൺസീലർ മാത്രം മതി മേക്കപ്പ് ചെയ്യാനായിട്ട് ഉള്ളത്. കാരണം എനിക്കിതിൻ്റെ ഫിനിഷിങ് അത് ഇഷ്ടമാണ്. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ വീഡിയോസിലൊക്കെ ഈ യൂട്യൂബേഴ്സൊക്കെ കുറേ അപ്ലൈ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അത് കണ്ട് കുറേ അപ്ലൈ ചെയ്തു. ബട്ട് കുറേ അപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. എപ്പോഴും മേക്കപ്പ് കുറച്ച് അളവിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് കുറേ വീഡിയോസ് കണ്ടും അനുഭവത്തിലും മനസ്സിലായി. ഇത് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ കൺസീലറൊക്കെ ഡാബ് ചെയ്യുമ്പോൾ ഒന്നുകിൽ മുകളിലേക്ക് നല്ലോണം നോക്കാം, അല്ലെങ്കിൽ ഫേസും താഴ്ത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കാം. ഇതിൽ നമുക്കും അത് കറക്റ്റ് മനസ്സിലാവും. കറക്റ്റായി എനിക്കത് സെറ്റാവും. ഓക്കെ, സോ നമ്മൾ കറക്റ്റ് വെച്ചു. കൺസീലർ ഉപയോഗിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി എനിക്ക് ഇത്രയും മതി. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് കല്യാണത്തിനല്ല. അപ്പോൾ ഒരു മിനിമം മേക്കപ്പ് മതിയുണ്ട്. നമുക്ക് നെക്സ്റ്റ് മെയിൻ തിങ് നമുക്ക് ഫൗണ്ടേഷനിലേക്ക് പോവാം. ഫൗണ്ടേഷൻ ഞാൻ ആക്ച്വലി 3 ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പിൽഗ്രിമിൻ്റെ ഏതാ 225, അതൊരു നാച്ചുറൽ ആൽമണ്ട് ഉണ്ട്. ദെൻ മാർസിൻ്റെ 07 ഇത് യൂസ് ചെയ്തിരുന്നു. അത് ഹൈ കവറേജ് ആണ്. ബട്ട് എനിക്ക് മാർസ് അത്ര ഫുൾ കവറേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ദെൻ ദിസ് ഈസ് വാട്ട് ഐ എം യൂസിങ് നൗ ഡേയ്സ്. മെബിലിൻ്റെ 330 ലൂമി മെയ്ഡ് ഫൗണ്ടേഷൻ SPF 60 ആണ്. വെറുതെയാണ്, ബട്ട് ഇതിൻ്റെ ഫിനിഷിങ് നല്ലതാണ്. പിന്നെ ഈ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഏതാണോ കംഫർട്ട് അത് വെച്ച് യൂസ് ചെയ്യാം. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു മേക്കപ്പ് ബ്രഷ് ഉണ്ട്. അതുപോലെ കളർ സ്ക്രീനിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇതാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ 2 ബ്രഷ് എക്സ്ട്രാസ് ഉണ്ട്. നമുക്ക് ഐ ഷാഡോക്കും ലിപ്സ്റ്റിക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇതിപ്പോഴും മറക്കൊന്നുമുള്ള കാര്യമായിട്ട് ഞാൻ എന്നിട്ട് എപ്പോഴും വേറെ സെറ്റ് ചെയ്യും. ഓക്കെ, ചിലർക്ക് ഇങ്ങനത്തെ സ്പോഞ്ച് ആയിരിക്കും നല്ലത്. എനിക്ക് കുറേ കൂടെ കംഫർട്ടബിൾ ഇതാണ്, ബ്രഷാണ്. ബട്ട് സ്റ്റിൽ ചില സമയത്ത് എനിക്ക് ഇഷ്ടവുമാണ്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന സംഭവം ഫൗണ്ടേഷൻ്റെ കൂടെ ഇത് കുറച്ച് എപ്പോഴും അപ്ലൈ ചെയ്യും. ഇതൊരു ഹൈലൈറ്ററാണ്. ഇത് കുറച്ച് അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് അപ്ലൈ ചെയ്യാനുള്ള ഗുണം എന്താ വെച്ചാൽ ഒരു 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 ഉണ്ടല്ലോ കുറവാണെങ്കിൽ ഒരു ഇതെൻ്റെ ഷെയ്ഡല്ല ആക്ച്വലി. എൻ്റെ ഷെയ്ഡ് ഇത്ര ബ്രൈറ്റ് അല്ല എൻ്റെ ഷെയ്ഡ്. സോ എനിക്ക് ഇത്ര ആക്ച്വലി വേണ്ട. അപ്പോൾ ഞാൻ ചില സമയത്ത് എനിക്ക് തോന്നും എനിക്ക് ഇത്ര വേണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന എൻ്റെ സ്കിൻ കളർ കൂടി, ഇടയ്ക്ക് സ്കിൻ കളർ കുറഞ്ഞു. സിസ്റ്റർ ഞാനൊരു ഇതെടുക്കുന്നില്ല, ഞാൻ പറയല്ലോ കൊമാളിയാവും അല്ലെങ്കിൽ. അപ്പോൾ ഞാനിതുപോലൊരു
തമിഴ് ഇൻഫ്ലുവൻസർ, ഒരു തമിഴ് യൂട്യൂബ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വീഡിയോയിൽ കണ്ടത്. നമ്മൾ ഒരു ഷെയ്ഡ് അധികം ഒരു ഷെയ്ഡ് താഴോളം എടുക്കാം, കുഴപ്പമില്ലാതാണ്. സോ ഐ ഫീൽ ലൈക്ക് എൻ്റെ ഒരു ഷെയ്ഡ് ഇതൊരു ഷെയ്ഡ് ഇതായിട്ട് എനിക്ക് തോന്നി. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് ലാക്മിയുടെ ഏതൊക്കെ എക്സ്ട്രാ ഓർഡിനറി എയർ മെറ്റീരിയൽ മൂസ് ഇതിലിങ്ങനത്തെ ഇതാണ്. ഞാൻ മിക്സ് ചെയ്യാണ്. ഇത് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടും കണ്ടോ. ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. കഴുത്ത് എപ്പോഴും ലെഫ്റ്റ് ആണ്, കാര്യമായിട്ട് കഴുത്തൊന്നും ചെയ്യാറില്ല. എന്നോട് ചുമ്മാ എപ്പോഴും പറയും നീ ഒന്നെങ്കിലും മേക്കപ്പ് ഇടുക, അതിപ്പോൾ ഇതുണ്ടെങ്കിൽ മര്യാദ കിട്ടിട്ട് പോകാൻ. കണ്ണിൻ്റെ ഇടയിൽ കാര്യമായിട്ട് ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല, ബിക്കോസ് കണ്ണിൻ്റെ ഇടയിൽ കൺസീലർ വന്നിട്ടുണ്ട്. ഇതും ഞാനൊരു ഹിന്ദി യൂട്യൂബ് ഒരു ഭയങ്കര ഫേമസ്, അവരുടെ പേര് ഞാൻ മറന്നുപോയി, ഫേമസ് ഒക്കെ ആയിരിക്കും ഷബീരോ, ആളുടെ ഞാൻ പഠിച്ചതാണ്. കണ്ണിൻ്റെ ഇടയിൽ ഒരുപാട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുള്ളത്. മുകളിൽ ചെയ്യാം. എനിക്കിഷ്ടം കണ്ണിൻ്റെ മുകളിൽ മേക്കപ്പ് ഇട്ടിട്ട് ഐഷാഡോ എനിക്കിഷ്ടം. അത് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് ഒന്നും എനിക്ക് അറിയില്ല. അറിയുമ്പോൾ ഇപ്പോൾ ഞാനും എല്ലാവരും പോലെ ആയിരിക്കും. ഓക്കെ ആണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷനാവും കറക്റ്റ് എന്താ ഏതാണെന്ന്. ഓക്കെ ഓക്കെ ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ തിങ്, മോസ്റ്റ് ടോപ്പ് ഫേവറേറ്റ്, പക്ഷെ കാണാനില്ല. അപ്പം ഷൂ എൻ്റെ മെയിൻ സാധനം ഉണ്ട്, പക്ഷെ കാണാനില്ല. വീട് നിർത്തുമ്പോൾ കാണും. ഒരു മിനിറ്റ്. കാണുന്നില്ല. സ്പീഡ് അപ്പ് ഇറ്റ്. കിട്ടി. ഇത് മെബലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിമൈൻ ഇറേസറാണ്. ഇത് ഇങ്ങനെ ഉണ്ടോ കാണിച്ചിട്ടല്ലോ, ഇതാണ് സാധനം. ഓരോ യൂസ് ചെയ്യുന്നുണ്ടാവും ഇപ്പോഴും. കഴുത്തുമ്പോൾ ഞാൻ കൂടുതൽ മേക്കപ്പ് അത് മെയിൻ റീസൺ ഇത് ഇച്ച് കവർ ആവുന്നുള്ളതാണ്. See, here is done. What is left? Eyeshadow. Let's go with eyeshadow. So eyeshadow palette കളയില്ല. Eyeshadow palette കാണാനില്ല. One more minute. ഇത്
എടുക്കുന്നില്ല സ്വിസ് ബ്യൂട്ടിയുടെ. ബട്ട് ഇത് എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല. സോ വേറെ നമുക്ക് എടുക്കും. ബട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരുതപ്പെട്ട എല്ലാ പ്രോഡക്റ്റും ഭയങ്കര അഫോർഡബിളാണ്. ഭയങ്കര അഫോർഡബിൾ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാത്ത അഫോർഡബിളാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുന്നത്. ഇതല്ലോ ഇത് ഇതാണ് മെയിൻ സംഭവം. എപ്പോൾ ചെയ്താലും ബ്ലോക്ക് ആവും. രാവിലെ കഴിവ് കുറച്ചുള്ളത് പോലെ. ഇത് എല്ലാ ആൾക്കാരും ആദ്യം വരുന്ന എന്തെങ്കിലും പ്രശ്നം വന്നാൽ കവറായി പോവുമല്ലോ. ഓക്കെ, എന്താ മുടി എൻ്റെ ഐബ്രോ ആണയില്ല. മീൻസ് ഐബ്രോ സെറ്റ് ചെയ്യുന്നതായി അറിയില്ല. ഇനി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റെപ്പ് കൂടെയാണ്. മീൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായാലോ ഒന്ന് ഹൈലൈറ്റർ തീരാറായി ഗൈസ്. ഓർ ഹൈലൈറ്റർ യൂസ് ചെയ്യണം. ഇതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ്. ഡബിൾ ട്രബിൾ എന്നുള്ള ഡ്യൂയോ സ്റ്റിക്കാണ്. നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടാവും. ഞാൻ വളരെ കുറച്ച് ഇങ്ങനെ ചെയ്യാറുള്ളൂ. ഓരോരുത്തരുടെ ഫേസിനും ഓരോ ഷേപ്പിലായിരിക്കും ഹൈലൈറ്റർ വരാൻ. അപ്പോൾ എപ്പോഴും ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഡോണ്ട് ബ്ലൈൻഡ്ലി ഫോളോ സം വീഡിയോസ്. ഹൈലൈറ്റർ ഇപ്പം ചെയ്ത കോണ്ടോറാണ്. വി ആർ ഗോയിങ് ടു ഡു ദ ഹൈലൈറ്റർ. ഞാനിപ്പം ഹൈലൈറ്റർ ഇതിനൊപ്പം തന്നെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിലേക്കാണ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യേണ്ടത്, പുറത്തേക്കല്ല. Done. The last one, optional. എൻ്റെ ബ്ലഷ് കാണില്ല. ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെയാണ്. കുറച്ച് കെയർലെസ് ആണ്, കുറച്ച് റെസ്പോൺസിബിൾ ആണ്. One more minute. ബ്ലഷ് കാണാനില്ല. തൽക്കാലം എന്ത് ചെയ്യാം, ഐഷാഡോ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്ലൈ ചെയ്തു.
കോമ്പാക്റ്റ് ആണ്. കളർ ബാറിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. കുറേ നിറുണ്ടാവും, വളരെ കുറച്ച്. കണ്ണ് സെറ്റ് ചെയ്യണ്ടേ? ഐലൈനർ ചെറുപ്പം തൊട്ടേ ഫോളോ ചെയ്തിട്ട് അതൊരു മേക്കപ്പാണ് ഐലൈനർ. കളറ് ഐലാഷ് കളറ് ഹൈപ്പർ ഗേളിൻ്റെ മെബിലിൻ തന്നെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. ഓക്കെ, ഒരു മേക്കപ്പിൽ എനിക്ക് പേഴ്സണലി പോയിട്ടുള്ളത്, എല്ലാവർക്കും തോന്നുന്ന സംഭവം മേക്കപ്പിന് ഏറ്റവും ഫേസിൽ തന്നെ മാറ്റുന്നത് ലിപ്സ്റ്റിക് ആയിരിക്കും. ഇപ്പം യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ഷെയ്ഡ് 03 കോറസ് ഗേളാണ്. ഞാൻ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത ഷെയ്ഡാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഷെയ്ഡൊന്നുമല്ല, ബട്ട് ഓക്കെ ഷെയ്ഡാണ്. ഇഷ്ടപ്പെടാത്ത ഷെയ്ഡുമല്ല. ഇതാ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ കുറേ വരും. അപ്പോൾ നമ്മളിപ്പോഴും കുറേ ഇങ്ങനെ ഉള്ളിക്കലിട്ട് കുറേ ഉള്ളിക്കന്നെ കളയാം. ചെയ്ത് നമ്മൾ ഓൾറെഡി വിഷ്കറിൻ്റെ ലിപ് ബാം ഓൾറെഡി അപ്ലൈ ചെയ്തിരുന്നു. എനിക്ക് ഇത്രയും വേണ്ട. സോ ഐ വിൽ കിസ് മൈസെൽഫ്. The only thing remaining is my hair. വേറെ എന്താണെന്ന് ഞാൻ അഴിച്ചിടാൻ ഉദ്ദേശിക്കുന്നില്ല. 1 minute. So here it is, done. Makeup done. ഇത് വെട്ടി വെക്കാനാണ് തീരുമാനം. സിമ്പിളായിട്ടുണ്ടോ? ഹോസ്പിറ്റലിലല്ലേ? എല്ലാം മാച്ചിങ്ങല്ലോ. മാച്ചിങ് ആയിട്ട് എന്തെങ്കിലും വേണം തോന്നുന്ന ദിവസം മാച്ചിങ് കിട്ടാറില്ല. അത് ഒത്തിരി കഴിയുന്നതാണ് മേക്കപ്പ് സ്പ്രേ. മേക്കപ്പ് സ്പ്രേ ഓപ്ഷനാണ്, വേണമെങ്കിൽ മതി. പക്ഷെ ഞാൻ ഇടും. നല്ലോണം ഷേക്ക് ചെയ്യാം. ഷേക്ക് ബിഫോർ യൂസ് കുറച്ചടിച്ചാൽ മതി. One, 2, 3 seconds റണ്ണാവുന്നതാണ് ആവശ്യപ്പെടുന്നത്, വിച്ച് ഈസ് ട്രൂ. ഈ പറയുന്ന പോലെ 24, 36 hour ഒന്നും നോൺ ട്രാൻസ്ഫർ അങ്ങനെയൊന്നുമല്ല. ഒരു 4-5-6 മണിക്കൂറൊക്കെ സുഖമായിട്ട് വെക്കും, ടൈം പോകും. പിന്നെ അത് നമ്മൾ ഒരു മേക്കപ്പ് സ്പ്രേ ലാസ്റ്റ് ചെയ്യാനുള്ള റീസണും അതിൻ്റെ സോഴ്സൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് ബാക്കി പ്രൊഡക്റ്റും എത്രത്തോളം നല്ലതാണെന്നൊരു ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുമെന്ന് പറയാനായിട്ട്. ബൈ ദ വേ, ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്.
മിനിമം മേക്കപ്പ് ആട്ടോ, ഹോസ്പിറ്റലിൽ പോകണമല്ലേ. സോ മേക്കപ്പ് മതിയല്ലോ. നമ്മുടെ ഉള്ളിൽ ഡൗട്ട് അടിക്കും, അല്ല എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഒന്നാണോ എന്നുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ 30 മിനിറ്റ് ഇപ്പം ഉണ്ട്. ഞാൻ മാക്സിമം കട്ട് ചെയ്ത് ചെറുതാക്കാം.